ഇടുക്കി കാഞ്ചിയാറിലെ റവന്യൂ ഭൂമിയിലെ വനം വകുപ്പിന്റെ കയ്യേറ്റത്തിൽ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി വില്ലേജ് ഓഫീസർ. ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള വനഭൂമി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഭൂമി ഏറ്റെടുത്ത് സർക്കാരിന്റെ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംരക്ഷണ ചുമതല ഏൽപ്പിച്ചതിന്റെ മറവിലാണ് വനംവകുപ്പ് ഭൂമി കൈവശപ്പെടുത്തിയത്. റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. സന്ദീപ് രാജാക്കാട് നൽകും വിശദാംശങ്ങൾ. സന്ദീപ്, കൂടുതൽ വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഇടപെടൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 12 ഏക്കറോളം ഭൂമിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഭൂമിയുടെ സംരക്ഷണ ചുമതല വനം വകുപ്പിന് നൽകിയിരുന്നു. അതിന്റെ മറവിൽ ഈ ഭൂമി വനം വകുപ്പ് കൈവശപ്പെടുത്തുകയും അവിടെ റിസർവ് ഫോറസ്റ്റ് എന്ന ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ ഈ ഭൂമി വനം വകുപ്പിന്റേതാണെന്ന് വരുത്തി തീർക്കുവാൻ വില്ലേജ് രേഖകളിൽ മാത്രം തിരുത്തൽ വരുത്തുകയും ചെയ്തിരുന്നു. ആ രേഖകളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: 1969 പട്ടം കോളനി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നെടുങ്കണ്ടത്ത് നിന്നും ഒപ്പം തന്നെ കമ്പംമെട്ടിൽ നിന്നും കുടിയിറക്കപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഭൂമി ഏറ്റെടുത്തത്. അത്തരത്തിൽ വിതരണം നടത്തിയതിന്റെ ബാക്കി വരുന്ന ഭൂമിയാണ് ഈ 12 ഏക്കർ ഭൂമി. ഈ ഭൂമി പിന്നീട് അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണ ചുമതല വനം വകുപ്പിന് നൽകിയിരുന്നു. ചിന്നക്കനാലിനേതിന് സമാനമായ രീതിയിൽ ചിന്നക്കനാലിലും സംരക്ഷണ ചുമതല നൽകിയ ഭൂമിയാണ് വനം വകുപ്പ് പിന്നീട് വനഭൂമിയാക്കി മാറ്റി റിസർവ് ഫോറസ്റ്റ് വിജ്ഞാപനം ഇറക്കുന്നത്. ആ തരത്തിൽ വനം വകുപ്പ് തട്ടിയെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വനം വകുപ്പിന് ഈ വനമായി ഈ ഒരു ജനവാസ മേഖലയുടെ നടുവിൽ ടൗണിനോട് ചേർന്ന് ചെറിയൊരു പ്രദേശമായി മാറി വനമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു. കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ പെറ്റുപെരുക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിനായി സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുകയും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി ഉപയോഗിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഭൂമിയുടെ തിരുത്തൽ വരുത്തിയതുമായി ബന്ധപ്പെട്ടും അതിൽ പരാമർശമുണ്ടായിട്ടുണ്ട്. 2018 മുമ്പ് വിവരാവകാശം വെച്ചെടുത്ത രേഖയിൽ ഈ പരാതിക്കാരുടെ കൈവശമിരിക്കുന്ന രേഖയിൽ റിസർവ് ഫോറസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയതായി കാണുന്നില്ല. പക്ഷേ 2019 ശേഷം ഇപ്പോൾ വില്ലേജ് ഓഫീസിലെ രേഖ പരിശോധിക്കുമ്പോൾ അതിൽ റിസർവ് ഫോറസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നു, ചുവന്ന മഷിക്ക് എഴുതിയിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സർവേറെ വെച്ചുകൊണ്ടുള്ള അളവ് നടത്തേണ്ടതുണ്ട്. മറ്റ് രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. താലൂക്ക് ഓഫീസിലെ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സുധിയാൻ ആര്യ ഇതിനകത്ത് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാഞ്ചിയാർ പഞ്ചായത്തിൽ മറ്റൊരു പ്രദേശത്ത് വനമേഖല റിസർവ് ഫോറസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു വനമേഖലയുണ്ട് എന്നും അത് റവന്യൂ അല്ലെങ്കിൽ പുറംപോക്ക് എന്ന് രേഖപ്പെടുത്തി മാറ്റിയതായും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതായിരിക്കുന്നു. അതായത് മറ്റൊരു സ്ഥലത്ത് വനമേഖലയുള്ളത് അത് വനമേഖലയല്ല എന്ന് വരുത്തി തീർക്കുകയും അവിടെ പട്ടയം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു പരാമർശം കൂടി ഈ റിപ്പോർട്ടിലുണ്ടായിരിക്കുന്നു. അത് ഗുരുതരമായ ഒരു കണ്ടെത്തൽ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയാണ് എങ്കിൽ ഈ റവന്യൂ ഭൂമി വനമാക്കി മാറ്റുകയും വനഭൂമിയായി കിടക്കുന്ന ഭൂമി റവന്യൂ ഭൂമിയാണെന്ന് വരുത്തി തീർത്ത് പട്ടയം കൊടുക്കുകയും ചെയ്തു. ഒരു ഭൂമാഫിയായുടെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും വിശദമായ അന്വേഷണം നടത്തണം എന്ന നിർദ്ദേശവും ഈ റിപ്പോർട്ടിൽ ഉണ്ട്. ഒപ്പം തന്നെ ഈ ഭൂമി ഏറ്റെടുത്ത് തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ജില്ലാ കളക്ടർക്ക് തഹസിൽദാർ ഈ റിപ്പോർട്ട് കൈമാറും. തുടർ നടപടികൾ ജില്ലാ കളക്ടറായിരിക്കും സ്വീകരിക്കുക. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട് റവന്യൂ ഭൂമിയാണ് ഇതെന്നും ഈ ഭൂമിയിൽ അനധികൃതമായി കയറരുത് എന്നതടക്കമുള്ള ബോർഡുകൾ റവന്യൂ വകുപ്പ് തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് മറുവശത്തായി വനം വകുപ്പിന്റെ ഭൂമിയാണ് എന്ന തരത്തിൽ റിസർവ് ഫോറസ്റ്റ് എന്ന രീതിയിൽ വനം വകുപ്പും ബോർഡ് സ്ഥാപിച്ചാണ് ഭൂമി കയ്യേറ്റം നടത്തിയിരിക്കുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശം നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ ഇന്നോ നാളെയോ അത് ജില്ലാ കളക്ടർക്ക് കൈമാറും. ജില്ലാ കളക്ടർ തുടർ നടപടികളിലേക്ക് നീങ്ങും. രേഖകൾ വ്യക്തമാണ്. രേഖകളിൽ എല്ലാം തന്നെ റവന്യൂ ഭൂമിയാണ് എന്നുള്ളത് വ്യക്തമായതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് കൂടി നമുക്ക് പോകാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റൊരു വലിയ വാർത്ത ഇതിലൂടെ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊരു മേഖലയിൽ വനമേഖലയുണ്ട് എന്ന് പറയുമ്പോൾ ആ വനമേഖല എന്തുകൊണ്ടാണ് ഈ റവന്യൂ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി അവിടെ പട്ടയം കൊടുക്കാനുണ്ടായ സാഹചര്യം എന്നുകൂടി നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് ഇത്തരമൊരു കാര്യം പുറത്തു വരുന്നത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എന്തായിരുന്നാലും വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയിൽ വലിയ രീതിയിൽ ഭൂമാഫിയായുടെ ഇടപെടൽ നടക്കുന്നു.
ഒപ്പം തന്നെ വനഭൂമിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കവും വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഒത്താശയോടുകൂടി ഇടുക്കിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കിയെ സംബന്ധിച്ച് ഇനി 1 ഇഞ്ച് പോലും വനഭൂമിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ സാഹചര്യം ഇല്ല എന്നുള്ളത് നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ചെറിയ ചെറിയ വിജ്ഞാപനങ്ങൾ ഇറക്കി റവന്യൂ ഭൂമികൾ വ്യാപകമായി വനഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എതിരെ ഇപ്പോൾ CPI അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിക്കഴിഞ്ഞു, കർഷക സംഘടനകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇടുക്കിയിൽ വിവിധ മേഖലകളിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലുമാണ് ഇപ്പോഴും വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നത്, അതും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ. എന്തായിരുന്നാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് എന്താണ് ഒരു നടപടി ഉണ്ടാവുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. തുളസിയാണ്. ശരി, സന്ദീപ് രാജാക്കാടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.